ലോകകപ്പ് മത്സരത്തിൽ അർജന്റീനയെ ഫൈനലിൽ എത്തിക്കാൻ ഫിഫ എന്തെങ്കിലും കുരുട്ട് മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? അങ്ങനെ പല അഭിപ്രായങ്ങളും പല കോണിൽ നിന്നും വരാറുണ്ട്. ഇതിലെന്തെങ്കിലും യാഥാർത്ഥ്യതയുണ്ടോ? സത്യസന്ധമായിരിക്കുന്ന ഒരു ഫുട്ബോൾ മത്സരം തന്നെയാണോ ഫിഫ നടത്തുന്നത് എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാ വർഷത്തെക്കാണെയും വലിയ വിവാദങ്ങളും വലിയ വിഷയങ്ങളും ഉണ്ടായിരിക്കുന്ന ഒരു ലോകകപ്പാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത്. അതിൽ ഓരോരോ ഭാഗം എടുത്ത് പരിശോധിച്ചാലും എന്തൊക്കെയോ ചില അപാകതകൾ അതല്ലെങ്കിൽ പോരായ്മകൾ കൃത്യമായ രീതിയിൽ കാണാൻ പറ്റും. കാര്യം ഈ ഫുട്ബോൾ മത്സരം എന്ന് പറയുന്നത്, ഫിഫ മത്സരം എന്ന് പറയുന്നത് ലോകത്താകമാനമുള്ള മനുഷ്യർ ഒരേ സമയം ലൈവായിട്ട് കാണുന്നതാണ്. അതിൽ സംശയത്തിൻ്റെ മുന്നിലേക്ക് എത്തിയത് ഈജിപ്തുമായിട്ടുള്ള സെമി ഫൈനൽ മത്സരത്തിലാണ്. ഒരിക്കൽ പോലും ആ മത്സരത്തിൽ അർജന്റീന ജയിക്കുകയില്ല എന്ന് ആദ്യത്തെ കളിയിൽ തന്നെ, അതായത് ആദ്യത്തെ ഒരു അരമണിക്കൂർ കളിയിൽ തന്നെ വിലയിരുത്തിയതാണ്. ഏറ്റവും അവസാനമാണ് 3 ഗോൾ അടിക്കുന്നത്. അതിനു മുൻപ് 2 ഗോൾ ഈജിപ്ത് അടിച്ചു. ആ 3 ഗോളിലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഫിഫ ഇതിനെ ഒരു ബിസിനസ്സായിട്ട് കാണുന്നുണ്ടോ? ആ റൂട്ടിലൂടെയാണോ ഇത് സഞ്ചരിച്ചത് എന്നൊക്കെ നമുക്ക് പരിശോധിക്കുന്നതാണ്. അഥവാ ഓരോരോ മത്സരം കഴിയുന്നതിനനുസരിച്ച് ഫിഫയുടെ സാമ്പത്തിക ഉയർച്ച വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. 2022 ഖത്തറിൽ അവസാനിച്ച ലോകകപ്പ് മത്സരത്തിന് ശേഷമുണ്ടായിരിക്കുന്ന സാമ്പത്തിക ഉയർച്ചയേക്കാളേറെ 2026 നടന്നിട്ടുണ്ട് എന്ന് പറയും. മാത്രമല്ല ഇരട്ടിയോളം കൂടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിരിക്കുന്ന ഒരു പാറ്റേൺ അവർ എഴുതി ഉണ്ടാക്കി, അതിനനുസരിച്ച് ഒരു തിരക്കഥയും സംഭാഷണമൊക്കെ ഉണ്ടാക്കി നമ്മുടെ സിനിമ ഡയലോഗ് പറയുന്ന പോലെയാണ് ഈ റൂട്ട് ഏകദേശമൊക്കെ പോകുന്നത് എന്നുള്ളത് കൃത്യമാണ്. മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഈ മത്സരവുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഏതെങ്കിലും ടീമിന് പരാതി ഉണ്ടെങ്കിൽ ഇതേ ഫിഫ ടീമിൻ്റെ അടുത്താണ് പരാതി നൽകേണ്ടത്. അതല്ലാതെ ഒരു കോടതി ഇതൊന്നും സ്വീകരിക്കുകയില്ല, കോടതി ഒന്നും പരിശോധിക്കുകയില്ല. വിധി പറഞ്ഞു, കപ്പ് നൽകി, അതിനുശേഷം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചോ ഏതെങ്കിലും ഒരു പരാതി പരിഗണിച്ചുകൊണ്ട് നൽകിയ കപ്പ് തിരിച്ചു വാങ്ങുക, അതൊന്നും നടക്കാത്ത സംഭവമാണ്. നമ്മൾക്കതിൻ്റെ സാമ്പത്തിക റൂട്ടിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. 2018 നമ്മൾ തുടങ്ങാം. അതായത് ഒരു 5 മത്സരം മാത്രം, ഒരുപാട് മത്സരം എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റില്ല, അതിനത്ര ഉണ്ടാവും. 2018 മത്സരം നടക്കുന്നത് റഷ്യയിലാണ്. അതിൻ്റെ അന്നത്തെ ഫിഫയുടെ വരുമാനം $5.36 ബില്യൺ. ചിലവ് വരുന്നത് $1.95 ബില്യൺ. 2014 മത്സരം നടക്കുന്നത് ബ്രസീൽ വെച്ചാണ്. $5.137 ബില്യൺ വരുമാനവും $2.224 ബില്യൺ ചിലവും ഉണ്ടായി. 2010 ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. അവിടെ താരതമ്യേന കുറവാണ് വരുന്നത്. $3.655 ബില്യൺ വരുമാനവും $1.298 ബില്യൺ ചിലവും കണക്കാക്കുന്നു. ഇനി നമ്മൾ 2022 ഖത്തറിലേക്ക് നോക്കുന്ന സമയത്ത് അത് തൊട്ടടുത്ത മത്സരത്തിനെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. അഥവാ 2022 $5.8 ബില്യൺ വരുമാനം ഖത്തറിൽ നിന്ന് ഫിഫയ്ക്ക് ലഭിച്ചു. അത് ചെലവ് വരുന്നത് $2 ബില്യൺ മാത്രമാണ്. 2026 അമേരിക്ക അടക്കമുള്ള 3 രാജ്യങ്ങളിൽ മത്സരം നടന്ന സമയത്ത് ഫിഫയ്ക്ക് ലഭിക്കുന്ന വരുമാനം $11 ബില്യൺ ആണ്. വരുമാനം $11 ബില്യൺ, ചിലവ് $3 ബില്യൺ. ഈ തരത്തിലാണ് അതിന് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫിഫയ്ക്ക് സാധിച്ചത് എന്നുള്ളത്. ഇതിൽ ഓരോരോ കളിയിലും അതിൻ്റേതായിരിക്കുന്ന റൂട്ട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമാണ്. എങ്ങനെയാണ് വരുമാന മാർഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ടെലിവിഷൻ സംപ്രേഷണ അവകാശം അത് പൂർണ്ണമായ രീതിയിൽ ഫിഫ ടീമിൻ്റെ കൈവശത്തിലാണ്. ടെലിവിഷൻ സംപ്രേഷണ അവകാശം എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു വിഹിതവും ഫിഫ ടീമിന് പോകുന്നുണ്ട്. ലോകാടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു വിഹിതം അവരുടെ കൈവശത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എത്തുന്നു. അപ്പോൾ അതാണ് ടെലിവിഷൻ സംപ്രേഷണ അവകാശം എന്ന് പറയുന്നത്. പിന്നെ സ്പോൺസർഷിപ്പ് വേറെ ഉണ്ടാകും. ടിക്കറ്റ് വിൽപ്പന, ഗാലറിയിലൊക്കെ നമുക്കറിയാം ടിക്കറ്റിൻ്റെ വിൽപ്പന
ഹോസ്പിറ്റാലിറ്റി VIP പാക്കേജുകൾ വേറെ ഉണ്ട്. മാർക്കറ്റിംഗ് അവകാശങ്ങൾ ഈ ഒരു സമയത്ത് അവർക്കായിരിക്കും ഉണ്ടാവുക. ലൈസൻസിങ് ഔദ്യോഗിക വിൽപ്പനയുമായിട്ട് ഔദ്യോഗിക ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ഈ നിയന്ത്രണം ഉണ്ടാകുന്നവർക്കാണ്. പിന്നെ ഡിജിറ്റൽ ആൻഡ് ഓൺലൈൻ അവകാശങ്ങൾ അവർക്കായിരിക്കും. ഈ തരത്തിലാണ് സാമ്പത്തിക വരുമാനം പ്രധാനമായിട്ടും ഉണ്ടാവുക. ഈ ടീം എന്ന് പറയുന്ന സമയത്ത് 48 രാജ്യങ്ങളാണ്, 12 ഗ്രൂപ്പുകളായി 104 മത്സരങ്ങളാണ് നടന്നത്. അപ്പോൾ അതിൽ ഈ ടീം അംഗങ്ങൾ ഫിഫക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പണം കൊടുക്കേണ്ടതില്ല, അത് ഫ്രീ ആണ്. അത് ഈ പറയപ്പെട്ട മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന രീതിയിലുള്ള ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അത് പ്രത്യേകമായ രീതിയിലുള്ള പണം ഫിഫക്ക് നൽകേണ്ടില്ല. ഇത് മാത്രമാണ് ഒരു ഔദാര്യമായിട്ടുള്ളതിന് ചുരുക്കം. എന്തുകൊണ്ടാണ് അർജൻറ്റീന ഫൈനലിൽ എത്തുന്നത്? അതിനുള്ള ഒരു ഒറ്റവാക്കിൽ ഉത്തരം ചില സമയത്ത് അവരുടെ ഭാഗത്തു നിന്ന് പുറത്ത് വന്നിട്ടുണ്ട് എന്ന് അനുമാനിക്കാൻ പറ്റും. കൂടുതൽ പ്രേക്ഷകർ ലോകമെമ്പാടും മത്സരം കാണാൻ വേണ്ടിയിട്ട് വലിയ ആർത്തിയോടുകൂടി വലയം വെച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ അവർ എവിടെത്തണം? ഫൈനലിലെത്തണം. TV സംപ്രേഷണത്തിൻ്റെ മൂല്യം ഉയരാനും അത് കാരണമാണ്. വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്ന് അർജൻറ്റീന ഉണ്ട്, രണ്ടാമത്തെ ബ്രസീലുണ്ട്, മൂന്നാമത്തെ ഫ്രാൻസ് ഉണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. 3, 4, 5ഓളം രാജ്യങ്ങൾ വളരെ നിർണായകമായ രീതിയിൽ ഇതിൽ പങ്കാളിത്തം വഹിക്കുന്നു. സാമ്പത്തിക സ്രോതസ്സിന് വലിയ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അത് പറയുന്നത്. പരസ്യങ്ങളും സ്പോൺസർഷിപ്പുകളും കൂടുതൽ കിട്ടാനും ടിക്കറ്റ് VIP ടിക്കറ്റുകളൊക്കെ കൂടുതൽ ചിലവഴിക്കാനും ഇവർ ഫൈനലിൽ എത്തിയിട്ടില്ലെങ്കിൽ നടക്കില്ല. നമ്മളിപ്പോൾ സെമി ഫൈനലോട് കൂടിയിട്ട് അതിന് മുൻപോ അർജൻറ്റീന ഔട്ടായി പോയി കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ തിളക്കം തന്നെ പോകും എന്നുള്ളത് ഉറപ്പാണല്ലോ. കഴിഞ്ഞ 5 മത്സരങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് 2010 ഫൈനലിൽ എത്തിയിരിക്കുന്ന ടീം എന്ന് പറഞ്ഞാൽ സ്പെയിനും നെതർലൻഡുമാണ്. 2014 ജർമ്മനിയും അർജൻറ്റീനയുമാണ്. 2018 ഫ്രാൻസും ക്രൊയേഷ്യയുമാണ്. 2022 ഫ്രാൻസും അർജൻറ്റീനയുമാണ്. 2026 ഈ വർഷം സ്പെയിനും അർജൻറ്റീനയുമാണ്. നമ്മൾ 2010 മുതൽ 2026 വരെ എണ്ണിയ ഈ 3 മത്സരത്തിൽ ഈ 5 മത്സരത്തിൽ 3 മത്സരത്തിലും അർജൻറ്റീന ഫൈനലിലെത്തിയിട്ടുണ്ട്. അർജൻറ്റീന ഫൈനലിൽ എത്താത്ത മത്സരം 2010 സ്പെയിനും നെതർലാൻഡും സാമ്പത്തികമായിരിക്കുന്ന വലിയ ഇടി ഫിഫക്കുണ്ടായിട്ടുണ്ട്. ഫ്രാൻസും ക്രൊയേഷ്യ ആയ സമയത്ത് അർജൻറ്റീനയുടെ അത്ര ഉണ്ടായിട്ടില്ല. ഫ്രാൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു ടീമാണെങ്കിൽ പോലും പക്ഷേ ഇടിവുണ്ടായിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ പറഞ്ഞു, ഫ്രാൻസും അർജൻറ്റീന. അപ്പോൾ അർജൻറ്റീന എത്തിക്കാനുള്ള ശ്രമം ഇതിനാലാണ് നടത്തുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് അനുമാനിക്കാവുന്നതാണ്. 100% നീതിയുക്തമായിരിക്കുന്ന ഒരു കളിയൊന്നുമല്ല പല ഘട്ടങ്ങളിലും ഫിഫയിൽ ഉണ്ടാവൽ എന്ന് ചുരുക്കം. കാര്യം കഴിഞ്ഞ മത്സരത്തിൽ തന്നെ സെമി ഫൈനലിൽ ഈ ഈജിപ്തിന് എതിരെ ഒരു ഗോൾ ഫസ്റ്റ് തന്നെ നേടിയ സമയത്ത് ഫിഫ ടീമിൻ്റെ ചെയർമാൻ അടക്കം ആ ടീം തന്നെ വലിയ ആരവം മുഴക്കി ആഹ്ലാദ നൃത്തം ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇപ്പോഴും വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുണ്ട്. എന്നാൽ അതിന് മുൻപ് 2 ഗോള് ഈ അർജൻറ്റീനക്കെതിരെ ഇട്ട സമയത്ത് അവരുടെ ഈ ആവേശ കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ ഈജിപ്ത് അർജൻറ്റീനക്കെതിരെ 2 ഗോൾ ഇട്ട സമയത്ത് കാണാത്ത ആവേശം അർജൻറ്റീന ആദ്യത്തെ ഗോൾ തന്നെ ഇട്ടപ്പോൾ വലിയ ആവേശമുണ്ട് എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആ ടീം നിഷ്പക്ഷമായിട്ട് നിൽക്കേണ്ടതാണ്. അത് നിന്നിട്ടില്ല. പകരം എന്ത് ചെയ്തു? അവർ ആഹ്ലാദ നൃത്തം ചവിട്ടി എന്ന് പറയുന്ന സമയത്ത് അവർക്ക് പങ്കാളിത്തമുണ്ട് എന്ന് ചുരുക്കമാണ്. ഈ റഫറിമാരെന്നൊക്കെ പറയുന്നത് ഫിഫ ടീമിൻ്റെ ശമ്പളക്കാരാണ്. അപ്പോൾ ഇവർ പറയുന്നതിനനുസരിച്ച് നിന്നിട്ടില്ലെങ്കിൽ അത് അവസരം നോക്കിയിട്ട് സാഹചര്യം നോക്കിയിട്ടൊക്കെ ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു റഫറിക്ക് സാധിക്കും. അതിൽ ചോദ്യം ചെയ്തൊക്കെയാണെങ്കിൽ റെഡ് കാർഡ് കൊടുത്തിട്ട് പുറത്താക്കിയിട്ട് പിന്നെ നടപടി കാര്യങ്ങൾ എടുത്താൽ അടുത്ത കളിയിലേക്ക് ഫിഫ അതിന് അംഗീകാരം നൽകില്ല എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ആരും അതിന് നിൽക്കാറില്ല എന്ന് ചുരുക്കം. നമ്മൾ ഈ ട്രോഫിയായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്ന സമയത്ത് ഫൈനൽ ട്രോഫി, ആ ട്രോഫിയുടെ ട്രോഫി എന്ന് പറയുന്നത് 6.175 കിലോഗ്രാമാണ് അതിൻ്റെ കനം വരുന്നത്. ഗോൾഡ് ട്രോഫിയാണ്. 18 ക്യാരറ്റ് സ്വർണ്ണമാണ്. സ്വർണത്തിൻ്റെ അളവ് നോക്കുന്ന സമയത്ത് 4.9 കിലോഗ്രാം സ്വർണ്ണമാണ് ഈ പറയപ്പെട്ട ഫിഫ ഗോൾഡിൻ്റെ ട്രോഫിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്.
36.5 സെൻറ്റിമീറ്റർ ഉയരമാണ് അതിനുള്ളത്. 15 മില്യൺ യൂറോ ആണ് ഈ കപ്പിന് ചിലവ് എന്ന് കണക്കാക്കുന്നത്. യൂറോ കണക്കിലാണ് ഇത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് സ്വന്തമായിട്ട് ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കപ്പ് സ്ഥിരമായ രീതിയിൽ ഫിഫയുടെ കൈവശത്തിലുണ്ടാവും. വിജയിക്കുന്ന ടീമിന് താൽക്കാലികമായിട്ട് നൽകുക മാത്രമാണ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഈ ആഘോഷ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചു നൽകേണ്ടതും പകരം ഗോൾഡ് പ്ലാറ്റഡ് ട്രോഫി ഫിഫ അവർക്ക് നൽകുകയും ചെയ്യും. സമാനമായിരിക്കുന്ന അല്ലെങ്കിൽ അതിന് രൂപസാദൃശ്യമുള്ള ഏകദേശം അത്ര തന്നെ തൂക്കവും കാര്യങ്ങളൊക്കെ ഉള്ള സ്വർണ്ണമല്ലാതെ മാത്രം അവർക്ക് നൽകും. ചെമ്പിൻ്റെതാണെന്ന് പറയുന്നത്, ഗോൾഡ് ചെമ്പ് ആ രീതിയിലുള്ളതാണ് കൊടുക്കുക. വിജയ ടീമിന് $50 മില്യൺ ലഭിക്കും. അതൊരു പണമാണ്, അത് തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്നത്. തോൽക്കുന്ന ടീം അഥവാ റണ്ണറപ്പ് ആയ ടീമിന് $32 ബില്യൺ മില്യൺ പണം നൽകും. മൂന്നാം സ്ഥാനം ലഭിക്കുന്നവർ 27 മില്യൺ, നാലാം സ്ഥാനം ലഭിക്കുന്നവർക്ക് 25 മില്യൺ. ഇങ്ങനെയാണ് സാമ്പത്തിക പാക്കേജ് ഈ വിജയ ടീമിന് നൽകുക. 4 സ്ഥാനത്തെ അവർ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട്. 4 സ്ഥാനമല്ല, കളിച്ച ഏകദേശം എല്ലാ ടീമിനും ചെറിയ രീതിയിലെങ്കിലും പണം ലഭിക്കുന്നുണ്ട്. അത് എല്ലാം കൂടെ പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇത് ഒരു സംഘമുണ്ട്, ഫിഫ സംഘം എന്ന് പറയുന്നത്. ഇതിനെ നിയന്ത്രിക്കുന്ന വളരെ പ്രധാനികളായിരിക്കുന്ന VIP ടീമിൻ്റെ ഒരു സംഘം, അഥവാ അതിൽ ഒഫീഷ്യൽ ടീമാണ് അത് പറയുന്നത്, റഫറി അടക്കം. അത് 170 ഒഫീഷ്യൽ മാച്ച് സംഘം എന്നാണ് അതിന് പറയുന്നത്. 52 പ്രധാന റഫറിമാരും 88 അഡീഷണൽ റഫറിമാരും ഉണ്ടാവും. 30 വീഡിയോ മാച്ച് ഒഫീഷ്യൽസ്, അത് അവർ ആൾക്കാരെ നിയമിക്കുന്നവരെ മാത്രമേ വീഡിയോ എടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ, അല്ലാത്തൊക്കെ വലിയ പ്രശ്നമാണ്. ഇതെല്ലാം ഇതിൽ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ റഫറിമാരെ തിരഞ്ഞെടുക്കുന്നത് ഈ കളിക്കളത്തിലുള്ള രാജ്യങ്ങളിലെ റഫറിമാരാണ് കൂടുതലുള്ളത്. അപ്പോൾ അതിൽ അർജൻറ്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ചിലി, കൊളംബിയ, ഈജിപ്ത്, ഫ്രാൻസ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ലിസ്റ്റ് അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഈ രാജ്യങ്ങളെല്ലാം റഫറിമാർ അതിലുണ്ട്. ഇന്ത്യയുടെ പേര് അതിൽ കണ്ടിട്ടില്ല, ഞാൻ മുഴുവൻ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 40ഓളം രാജ്യങ്ങളുടെ പേരുണ്ട്. അതിന് മേലെ കാണുന്ന ഒരു 4-5 രാജ്യങ്ങളുടെ പേര് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ അവരിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഈ കളി നടത്താൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളും മുന്നോട്ട് വരാറുണ്ട്. അതിൻ്റെ ആ ഒരു മെച്ചം അതിൻ്റെ കൂടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ടൂറിസം സജീവമാക്കാൻ വേണ്ടി ഈ ഫുട്ബോൾ മത്സരത്തിന് വലിയ പങ്കാളിത്തമുണ്ട്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ഹോട്ടൽ, വിമാന ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട വലിയ മുന്നേറ്റം ഉണ്ടാക്കുക, രാജ്യത്തെ ലോകത്തിന് വിലയിരുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാവുക, നിക്ഷേപം, ടൂറിസം സമൃദ്ധമാകാൻ സാധിക്കും, രാജ്യാന്തര തലത്തിൽ വലിയ ബന്ധങ്ങൾ സൃഷ്ടിക്കാനും ഇത് കാരണമാകും. ഇതിനെല്ലാമാണ് പല രാജ്യങ്ങളും തങ്ങളുടെ രാജ്യത്ത് ഫിഫ വേൾഡ് കപ്പ് വരണമെന്ന് പറയുന്നത്. ഖത്തറാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും മാസ്റ്റർ പ്ലാനാക്കി ഈ ഫിഫ വേൾഡ് കപ്പിനെ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്ത്. അതോടുകൂടി മറ്റ് പല രാജ്യങ്ങളും ഇപ്പോൾ പിടിവലിയാണ് ഫിഫക്ക് വേണ്ടിയിട്ട്, ഞങ്ങളുടെ രാജ്യത്ത് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇത് യഥാർത്ഥത്തിൽ ഒരു ബിസിനസ് പാറ്റേൺ തന്നെയാണ്. അത് സൂക്ഷ്മമായ രീതിയിൽ കൃത്യതയോടുകൂടി നിരീക്ഷിച്ചാൽ മാത്രമേ മനസ്സിലാകൂ എന്ന് ചുരുക്കം. വലിയ പരാതികളൊന്നും ഉണ്ടാവാറില്ല. വലിയ പരാതികൾ ഉണ്ടായതുകൊണ്ട് പ്രയോജനവുമില്ല. വിധി പറയേണ്ടത് ഫിഫ ആയതുകൊണ്ട് ഫിഫക്കെതിരെ ഫിഫ വിധി പറയുന്ന ഒരു സ്ഥിതി ഒരിക്കലും ഉണ്ടാവില്ല. കോടതി കയറാത്ത ഒരു വിഷയമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അർജൻറ്റീന ശരിക്ക് ഞാൻ നിരീക്ഷണം നടത്തിയതിൽ അർജൻറ്റീനക്ക് കൂടി വന്നാൽ ഫൈനൽ വരെ അവിടെ വീഴും എന്നുള്ളത് ഉറപ്പായിരുന്നു. അത് ഇതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ബ്രസീൽ വീണു, ഇനി അർജൻറ്റീന ഫൈനൽ വരെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു അവരുടെ എന്തുള്ളത്, അതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത്. അത്ര അവർക്ക് ഇപ്പോഴത്തെ കളിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആരോഗ്യം അത്രേ ഉള്ളൂ. പക്ഷേ അവർ സെമി ഫൈനൽ കടന്ന് ഫൈനലിലെത്തി. അതൊക്കെ പിന്നെ അതുമായിട്ട് വിവാദമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. പറഞ്ഞു വരുന്ന കാര്യം 100% സത്യസന്ധമാണ്. ഫിഫയുടെ വേൾഡ് കപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ചുരുക്കം.